നമസ്കാരം. നമ്മൾ വസ്തുതാലക്ഷണത്തെക്കുറിച്ച്, ഭൂമിയുടെ ലക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഈ ഭൂമി ഇങ്ങനെ ഇതിനെ നമുക്ക് സമീകരിച്ച് സംസ്കരിച്ചെടുക്കണ്ടേ? കാരണം അല്ലാതെ ഭൂമിയെ കിട്ടാൻ തന്നെ ദുർലഭമാണ്. അപ്പോൾ ആ കിട്ടുന്ന ഭൂമിയെ നമുക്ക് സംസ്കരിച്ചെടുക്കാനേ പറ്റുള്ളൂ. പണ്ട് കാലത്ത് അങ്ങനെ ധാരാളം ഭൂമിയുണ്ട്. അപ്പോൾ വലിയൊരു സ്ഥലത്താണ് കെട്ടിടം പണിയുന്നത്. ഇന്നങ്ങനെയല്ല, വലിയ വില കൊടുത്ത് ഭൂമി വാങ്ങിക്കുന്നു, വളരെ കുറച്ച് സ്ഥലത്ത് നമ്മൾ വീട് പണിയണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതെങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഖനനം, ഹരണം, ദാഹം, പൂരണം, ഗോനിവാസം, വിപ്രോച്ഛിഷ്ടം, ഗൗര്യം എന്നും 7 സ്ഥലശുദ്ധികൾ എന്നൊരു പ്രമാണം. ഖനനം വളരെ പ്രസക്തിയുള്ളതാണ്. ഖനനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ നേരത്തെ തിരുവനി പറഞ്ഞല്ലോ, ഒരുപാട് വേസ്റ്റ് ഇട്ട് നിറച്ച സ്ഥലമാണെങ്കിൽ അത് കുഴിച്ച് ആ വേസ്റ്റ് എല്ലാം മാറ്റി നല്ല മണ്ണ് കൊണ്ടിട്ട് നികത്തുക. അതിനാണ് ഖനനം. ഹരണം എന്ന് പറഞ്ഞാലോ, വികൃതമായിരിക്കുന്ന ഷേപ്പുള്ള ഭൂമിയാണെങ്കിൽ അതിനൊക്കെ നല്ല വാസ്തുവിനെ കണക്കൊക്കെ ഉപയോഗിച്ച് അതിലിട്ട് തിരിച്ച് എടുക്കുന്നതിനാണ് ഹരണം. ഹരണം, ദാഹം, മുൾച്ചെടികൾ, കൊള്ളാത്ത കള്ളിച്ചെടികൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ തന്നെ വയ്യ. അങ്ങനെയാണെങ്കിൽ അത് മെഷീൻ കൊണ്ടൊക്കെ വെട്ടി റെഡിയാക്കി കത്തിച്ച് കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നതിന് ദാഹം. ഖനനം, ദാഹം. പൂരണം എന്താണ്? പൂരണം എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയും നിറക്കുക എന്നർത്ഥം. കുണ്ടും കുഴിയായിട്ട് ഇരിക്കുന്ന ഭൂമി നന്നായിട്ട് ലെവൽ ചെയ്ത് കുഴിയുണ്ടെങ്കിൽ മണ്ണ് നിറച്ച് ഉയർന്ന ഭാഗം ഉണ്ടെങ്കിൽ വെട്ടി നിരത്തി അങ്ങനെ സമനിരപ്പാക്കുന്നതിന് പൂരണം. ഖനനം, ദാഹം, പൂരണം. ഗോനിവാസം നേരത്തെ ഞാൻ പറഞ്ഞു, ഗോമർത്തി എന്ന ശ്ലോകത്തിൽ പശുവിനെ കെട്ടിയ പുല്ലൊക്കെ തിന്ന് അവിടെ കയറി അതിന് ചാണകമൊക്കെ ഇട്ട് അത് ഫലഭൂയിഷ്ടമാക്കി തീർക്കുക. ഖനനം, ദാഹം, പൂരണം, ഗോനിവാസം, വിപ്രോച്ഛിഷ്ടം, ഗവ്യം. പ്രോച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അല്ലേ? ഒരു വീട് പണി തുടങ്ങുമ്പോൾ അതാത് മതാധ്യക്ഷന്മാരെ കൊണ്ട് പൂജ ചെയ്യുക, അല്ലെങ്കിൽ സ്ഥലം വെച്ചിരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ചൊല്ലി അവിടെ വസ്തുവനർജി ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം വിപ്രോച്ഛിഷ്ടം. ഗവ്യം എന്ന് പറഞ്ഞാൽ പഞ്ചഗവ്യം, അത് തെളിച്ച് അതുപോലെ തന്നെ പിന്നെയുണ്ട് നവധാന്യങ്ങൾ വെതറി മുളപ്പിച്ച് അത് പശുവിനെ കൊണ്ട് തീറ്റിച്ച് അങ്ങനെ ശുദ്ധമാക്കാം. അങ്ങനെ ഭൂമിയുടെ ഈ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമുണ്ട് കേട്ടോ. നമുക്ക് അതിനെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കണം, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ. നമുക്ക് ഇതിനെല്ലാം പരിഹാരമുണ്ട്. ശ്മശാനം വരെ നമ്മളെന്താ ചെയ്യാം? സഞ്ചയനം എന്ന് പറയുന്നൊരു കർമ്മത്തിലാക്കി ബാക്കിയെല്ലാം കത്താൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ, ദഹിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വരെ കുടത്തിലാക്കി സൂക്ഷിക്കും. പാൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെ അല്ലെങ്കിൽ ഒഴുകുന്ന നദിയിലൊക്കെ നിമഞ്ജനം ചെയ്ത ശേഷം അവിടെ നവധാന്യങ്ങളെതിരെ മുളപ്പിച്ച് വാഴയൊക്കെ നട്ട് അതിനെ വിളഭൂമിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സയൻറ്റിഫിക്കാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ദോഷമെന്ന് പറയാൻ പറ്റും. അതൊക്കെ സമീകരിച്ച് സംസ്കരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഭൂമി ശുദ്ധിയാക്കേണ്ട വിധം. ഏതായാലും എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം. അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ വസ്തുതാലക്ഷണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.